UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കിയ തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LDF പിന്തുണയോടെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 13ാം വാർഡംഗം S. സിന്ധുവാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. LDF-നെ കൂടാതെ കോൺഗ്രസിലെ 2 അംഗങ്ങളും സ്വതന്ത്രനും സിന്ധുവിനെ പിന്തുണച്ചു. UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കിയ തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LDF പിന്തുണയോടെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 13ാം വാർഡംഗം S. സിന്ധുവാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. S. സിന്ധുവിന് 12 വോട്ടും UDF-ലെ ലളിത ഷാജിക്ക് 10 വോട്ടും ലഭിച്ചു. CPI അംഗത്തിന്റെ വോട്ട് അസാധുവായി. പട്ടികജാതി സംവരണമായതിനാൽ LDF-ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആകെയുള്ള 23 വോട്ട് 12 വോട്ട് ശ്രീമതി സിന്ധു S. നേടുകയും 10 വോട്ട് ലളിത K. നേടുകയും 1 വോട്ട് അസാധാവുകയും ചെയ്തത്. ഇതിൽ സിന്ധു S. പ്രസിഡന്റായി തെരഞ്ഞെടുക്കായി. കോൺഗ്രസ് അംഗമായിരുന്ന സിന്ധുവിനെ LDF-ലെ 8 അംഗങ്ങളും കോൺഗ്രസിലെ 2 അംഗങ്ങളും സ്വതന്ത്രനും പിന്തുണച്ചു. S. സിന്ധു വീണ്ടും പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു S. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മുൻധാരണ പ്രകാരം സ്ഥാനമൊഴിയാൻ DCC കത്ത് നൽകിയിട്ടും സിന്ധു തയ്യാറായില്ല. തുടർന്ന് UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ CPI അംഗം പിന്തുണച്ചതോടെ സിന്ധു പുറത്താവുകയായിരുന്നു. എന്നാൽ അവിശ്വാസത്തെ പിന്തുണച്ച കോൺഗ്രസിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഫിലിപ്പ് വിട്ടുനിന്ന സ്വതന്ത്രൻ അനസ്നാഥ് തയ്യത്ത്, കോൺഗ്രസിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ U. ഫാത്തിമ കുഞ്ഞ് എന്നിവർ LDF-നൊപ്പം ചേർന്ന് സിന്ധുവിനെ പിന്തുണയ്ക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ P. ഫിലിപ്പിനെതിരെ ചില കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് ഇടപെട്ട പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ TG വർഗീസ്, ഇൻസ്പെക്ടർ U. ശ്രീജിത്ത് എന്നിവരായിരുന്നു തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന, ഇൻസ്പെക്ടർമാരായ S. സുജാതൻ പിള്ള, A. ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.